പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി. അതിവേഗം ഓരോ കരുക്കൾ നീക്കുകയാണ്. പഞ്ചാബ് ഇപ്പോൾ ആം ആദ്മിയുടെ തട്ടകമാണ്. ബി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുക എന്നതാണ് ബി ഇപ്പോഴത്തെ ലക്ഷ്യം. അതായത് ഛത്തീസ്ഗഡിൽ മമതയെ എങ്ങനെയാണോ തകർത്ത് തരിപ്പണമാക്കിയത്, അതുപോലെ പഞ്ചാബിൽ ആം ആദ്മി എന്ന പാർട്ടിയും തകർത്ത് നാമാവശേഷമാക്കുക എന്നതാണ് ബി ലക്ഷ്യം. അതുപോലെ ഛത്തീസ്ഗഡിൽ ബി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതുപോലെ പഞ്ചാബിലും ഒരു വലിയൊരു ഭൂരിപക്ഷത്തോടെ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ പഞ്ചാബ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബി പഞ്ചാബ് കുറച്ചൊരു ബാലികേറ മലയായിട്ട് വരും. കുറച്ച് പ്രയാസമാണ്. കാരണം അവിടെ സിഖുകാരുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ, അതായത് രാഹുൽ ഗാന്ധി സിഖുകാരെ പറഞ്ഞ് തിരിപ്പിച്ചിരിക്കുന്നു. അതായത് ബി നിങ്ങൾ അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കഷ്ടതകൾ അനുഭവിക്കും, നിങ്ങൾക്കൊരു വിലയും തരില്ല എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും അത് ആ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സിഖുകാരെയും കൂടെ കയ്യിലെടുത്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ബി നടത്തും. അതായത് മിക്കവാറും പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ പഞ്ചാബിലും അമിത്ഷാ അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആയിരിക്കും അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്താൻ പോകുന്നതും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ചുമതല ഏൽക്കുന്നതോടെ സംസ്ഥാനത്ത് അധികാരം ഉറപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും ബി നടത്തുകയാണ്. പഞ്ചാബിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചലനാത്മകത്തിന് ഒരു പ്രധാന അവസരം നൽകുമെന്ന് ബി നേതൃത്വം വിശ്വസിക്കുകയാണ്. പഞ്ചാബിലെ ബി നേതാക്കളുടെ ഒരു സുപ്രധാന യോഗം അമിത്ഷാ ഈ മാസം വിളിച്ചു ചേർക്കുന്നുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണത്തിന് ഈ യോഗം അന്തിമ രൂപം നൽകും. പഞ്ചാബ് രാഷ്ട്രീയത്തിലും സമൂഹത്തിലും മയക്കുമരുന്ന് ദുരുപയോഗം വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ശക്തമായ സന്ദേശം നൽകാൻ ഒരു പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ സഹായിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദളുമായി സഖ്യം രൂപപ്പെടേണ്ടതില്ല എന്നാണ് ബി ഇപ്പോൾ തീരുമാനിച്ചത്. ഇത്തവണ സംസ്ഥാനത്തെ 117 നിയമസഭാ സീറ്റുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അതായത് പഞ്ചാബിലെ മുഴുവൻ സീറ്റിലും ബി ഇത്തവണ മത്സരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പഞ്ചാബ് രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ സ്വതന്ത്ര വ്യക്തിത്വവും സംഘടനാ ശക്തിയും വ്യാപിപ്പിക്കുന്നതിൽ ഈ തീരുമാനം നിർണായകമാണെന്ന് കണക്കാക്കുകയാണ്. ഗ്രാമങ്ങളിലേക്കും കർഷകരിലേക്കും നേരിട്ട് എത്തിച്ചേരുന്നതിലാണ് ബി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വീട് തോറുമുള്ള പ്രചാരണ പരിപാടികൾ നടത്താനും ഗ്രാമപ്രദേശങ്ങളിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ബി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ബൂത്ത് തലം വരെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി ഒരു പ്രമുഖ പ്രചാരണ പരിപാടിക്ക് ഊന്നൽ നൽകുകയാണ്. അവരെ നിയമിക്കാനും പരിശീലനം നൽകാനും മേൽനോട്ടം വഹിക്കാനുമുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. പഞ്ചാബിലെ ബി രാഷ്ട്രീയ ചലനാത്മകയിലെ ഒരു പ്രധാന വ്യക്തിയായി കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രൺദീപ് സിംഗ് ബിട്ടുവും കണക്കാക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി ജൂൺ 21 അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കാൻ ബി തീരുമാനിച്ചിട്ടില്ല. ജൂൺ 21 മുമ്പ് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചേക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പഞ്ചാബിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള പദ്ധതികളുമുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിക്കാനുള്ള ഒരു നീക്കമാണ് ബി ഇപ്പോൾ നടത്തുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിക്കാട്ടില്ല എന്നാണ് ബി പറയുന്നത്. 23 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്തെത്തിയതായി തെരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ടും ഉണ്ട്. പഞ്ചാബ് നിലവിൽ ഭരിക്കുന്നത് ആം ആദ്മിയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് കെജ്രിവാളിന്റെയും ആം ആദ്മി സർക്കാരിന്റെയും അഴിമതികൾ, അതായത് കെജ്രിവാൾ പടുത്തുയർത്തിയ ശീഷ് മഹൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചർച്ചാ വിഷയമാവും. കാരണം അറിയാം, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടെ ബി ഡൽഹി പിടിച്ചെടുക്കാൻ ശക്തമായ ഒരു നീക്കങ്ങൾ നടത്തിയതോടുകൂടിയാണ് ആം ആദ്മിക്ക് അവിടെ വലിയ രീതിയിലുള്ള ഒരു തകർച്ച വരെ ഉണ്ടായി. ഈ ആഘോഷിക്കാൻ, തെരഞ്ഞെടുപ്പ് വേള ആഘോഷിക്കാൻ അവർ പന്തൽ വരെ കെട്ടിയെങ്കിലും ഉച്ചയോടെ ആയപ്പോൾ പന്തലെല്ലാം പൊളിച്ചു നീക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതേപോലെ പഞ്ചാബിലും ഇതേപോലെ ശക്തമായി അവിടെ ബി താമര വിരിക്കണം എന്ന ഒരു നീക്കത്തിലേക്ക് ബി എത്തുമ്പോൾ പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതേ രീതിയിലായിരിക്കും ഇനി പഞ്ചാബിലും സംഭവിക്കാൻ പോകുന്നത്. അവിടെ താമര വിരിച്ചിട്ടായിരിക്കും ഇനി മോദിയും അമിത്ഷായും ഇനി അടുത്ത ഒരു മിഷനിലേക്ക് കടക്കാൻ പോകുന്നത്.